വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിറ്റമീസ് ആണ്. അപ്പൊ എല്ലാവരും ഇതാ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സൈലം ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച്. ഈ ബാച്ചിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ കുറെ അഡ്മിഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് പ്രാണ 2.0 നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് പ്രാണ 2.0 എന്നതിനെ പറ്റി ഒക്കെ വ്യക്തമായ ധാരണ എന്റെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് ഉണ്ടാവും അല്ലേ. കാരണം നമുക്കറിയാം ഇപ്പൊ ഓണപരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ക്രിസ്മസ് പരീക്ഷയുണ്ട്, അതുകൂടാതെ LSS സ്കോളർഷിപ്പ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുണ്ട്, അതിന് കൂടെ തന്നെ എന്താണ് ആനുവൽ എക്സാം ഉണ്ട്. അങ്ങനെ ധാരാളം എക്സാം ഇവിടെ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ചിരിപ്പാണ്. അപ്പൊ ആ ഓരോ എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണം, അതിന് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. അതിനുവേണ്ടി നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവിഷൻ പ്രോഗ്രാമിലൂടെയും അതുപോലെ തന്നെ എക്സാംസിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നിങ്ങളെ ഫുൾ സെറ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ പ്രാണ ബാച്ചിലെ സീറ്റുകളൊക്കെ ഫിൽ ആയതുകൊണ്ടാണ് നമ്മൾ പ്രാണ 2.0 ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഈ ഒരു ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സൈലം ഇതാ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ ഒരു ബാച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ധാരാളം കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് സൈലം ലേണിംഗ് ആപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ആ ഒരു ചിത്രം കാണും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫോൺ നമ്പറൊക്കെ അടിച്ചു കൊടുക്കുക, ചെറിയ പ്രൊസീജിയറേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേ. യെസ്, ഇവിടെ നമ്മുടെ ഹിന്ദി അല്ലേ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ഇന്ത്യ എന്ന് നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്ത്യ നമ്മൾ സെർച്ച് ചെയ്തു, അതുകൊണ്ടാണ് നമുക്കിവിടെ +91 എന്ന് വന്നത് കേട്ടോ. ഇനി നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്തു. അതിൻ്റെ ഫലം നമ്മളിതാ കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഏത് മൊബൈൽ നമ്പറിലാണോ കൊടുത്തത് ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ OTP. യെസ്, അപ്പോൾ നമ്മൾ OTP അടിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിതാ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതാ ധാരാളം കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മുടെ ആ ബാച്ചിൻ്റെ ബേസിലുള്ള കാര്യങ്ങളാണ്. അതായത് മൈ ബാച്ചസ്, മൈ ഡാഷ്ബോർഡ്, മൈ ഹിസ്റ്ററി, മൈ ഡൗൺലോഡ്, മൈ ഡൗട്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ബാച്ച് അതായത് പ്രാണ 2.0 നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അത് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഇതാ 4th+ LSS സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇത്രയും ഓപ്ഷൻസ് വരും. നേരെ താഴെ എക്സ്പ്ലോർ അതർ എക്സാംസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഭാഗം വരും, അവിടെയും ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ നീറ്റ്, JEE, സ്കൂൾ പ്രിപ്പറേഷൻ, സ്റ്റേറ്റ് PSC, കേരള ടീച്ചിങ് എക്സാം, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഇവിടെ കാണും. അതിൽ നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യണം, യെസ്, സ്കൂൾ പ്രിപ്പറേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റാൻഡേർഡ് ആണ് എന്ന് ചൂസ് ചെയ്യേണ്ട ഒരു വിൻഡോ ആണിത്. അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലെ മക്കളായതുകൊണ്ട് തന്നെ നമ്മൾ 4 എന്ന് നമ്മൾ ഇതാണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് എന്താ വരിക, ഇതുപോലെയുള്ളൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ താഴെ നോക്കിക്കേണ്ട സ്റ്റഡി, ബാച്ചസ്, സൈലൻസ് ടു ലൈബ്രറി, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബാച്ചസ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബാച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിൻ്റെ ബാച്ച് ഏതൊക്കെയാണ് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും ആദ്യം തന്നെ ഇതാ ക്ലാസ് 4 പ്രാണ 2.0, ക്ലാസ് 4 പ്രാണ 2.0 എന്ന് നിങ്ങൾക്ക് ഇവിടെ വളരെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇതാ ബൈ നൗ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് എൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈ പൈസക്കല്ല നമുക്ക് 20% ഡിസ്കൗണ്ട് ഇവിടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൂടെ നമുക്ക് മേടിച്ചെടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ബൈ നൗ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇതാ ഓർഡർ സമ്മറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 1999 രൂപയാണ്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സമ്മറി ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടോടാ വ്യൂ ഓൾ കൂപ്പൺ, അതായത് സേവ് 20% മോർ ഓൺ ദിസ് ഓർഡർ, അതായത് ഓണം 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതാ വ്യൂ ഓൾ കൂപ്പൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഏതൊക്കെ കൂപ്പൺ വന്നിട്ടുണ്ട് എന്നറിയാം. ഇപ്പം നിലവിൽ നമ്മുടെ ഓണം സൂപ്പർ ഓഫർ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തു. എത്ര രൂപയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, 399.8 രൂപ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്ലൈ കൂപ്പൺ, യെസ്.
അപ്പം നമ്മളിതാ കൂപ്പൺ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടി? യൂസ് 400 രൂപ നമ്മൾ സേവ് ചെയ്തു. അപ്പം 400 രൂപ സേവ് ചെയ്തിട്ട് ബാക്കി നമ്മളിപ്പോൾ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്? 1599 രൂപ നമ്മൾ പേ ചെയ്താൽ മതി. എത്ര കൊല്ലത്തേക്കാണ്? ഒരു കൊല്ലത്തേക്കാണ് കേട്ടോ, ഓർത്തിരിക്കാം. ഇനി നമ്മൾ ബൈ ചെയ്യാൻ പോവുകയാണ്, മേടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊസീഡ് ടു ബൈ എന്ന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഏത് ആപ്പിലൂടെയാണ് നിങ്ങൾ പൈസ പണമിടപാട് നടത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് അത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. UPI ഉണ്ട്, കാർഡുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളായിരിക്കില്ല, ചിലപ്പോൾ പാരൻസ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് നിങ്ങൾ ഏത് മെത്തേഡിലൂടെയാണ് പൈസ അതല്ലെങ്കിൽ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നത്, പണമിടപാട് നടത്തുന്നത് എന്ന് നോക്കിയിട്ട് അനുയോജ്യമായത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒബിയസ്ലി എന്താണ്, നമ്മുടെ പ്രാണ 2.0 നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു കൊല്ലത്തേക്കാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമ്മുടെ 4ാം ക്ലാസ് ഫുള്ളായിട്ട് സെറ്റാക്കി നമ്മൾ കൈ തരുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഒക്കെ പറയുക. അപ്പോൾ എല്ലാ മക്കളും ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. സീറ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.